ടാസ്ക് കുളമാക്കിയതിന് ശേഷം ഷാനവാസ്. ആദില, നൂറ, എങ്ങനെയുണ്ട് ഇക്കയുടെ ബുദ്ധി? ഇക്ക സൂപ്പർ അല്ലേ? എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും, അവസാനം പവനായി ശവമായി. ഓ, ഇവളുമാരുടെ ഒരു ഇംഗ്ലീഷ്. എനിക്കും ഇംഗ്ലീഷ് പറയാ അറിയാ. പക്ഷെ ഞാൻ പറയാതിരിക്കണതേ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവണ്ട പറഞ്ഞിട്ടാ. ഇന്നും കഞ്ഞി തന്നെയാണല്ലോ, കഷ്ടം. ഞാൻ ഒരു ഫിലിം സ്റ്റാർ ആടാ, എന്നെ ബഹുമാനിക്കാൻ പഠിക്ക്. നാളെ ഞാൻ ചിലപ്പോ ലാലേട്ടനെ പോലെയൊക്കെ ആവേണ്ട ആളാണ്. ഞാൻ 2 അലുവ കഷ്ണം മാത്രമേ എടുത്തുള്ളൂ, അതിനാണ് ഇവന്മാരെന്നെ കള്ളിന്ന് വിളിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. എന്റെ ആലുപുറത്തെ ദൈവങ്ങളെ, ഇവർക്കൊരു പണി കൊടുക്കണേ. എന്റെ തക്കാളി ഭഗവതിയെ, എന്താ ഞാൻ ഈ കാണുന്നത്? എനിക്ക് വിശന്നിട്ട് വയ്യ, മടുത്തു ഈ ജീവിതം. ഇനി ആരെ ഞാൻ ചൊറിയാൻ പോവാ? എല്ലാവരെയും ചൊറിഞ്ഞു, ബിഗ് ബോസിലുള്ള എല്ലാവരെയും ചൊറിഞ്ഞു. അനീഷേട്ടനെ ഒന്നുകൂടെ ചൊറിയാൻ പോയാലോ? പാവം, അത് കേട്ട് നിൽക്കുമെല്ലാം. കണ്ണടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു, കണ്ണടിച്ച് ഞാൻ കിടക്കുന്നത് ഞാൻ കണ്ടു. അനീഷേട്ട, ഒന്ന് നിർത്തിക്കൂടെ? മാമന്മാരോട് ഒന്നും തോന്നല്ലേ മക്കളെ. ടാസ്ക് എനിക്ക് ശരിക്കും മനസ്സിലായില്ല, അതുകൊണ്ടാണ്. ഇനി ഞാൻ സൂപ്പറാക്കും. പോയി 2 തക്കാളി തിന്നാലോ. ഇവന്മാർക്കൊരു പണി കൊടുക്കാം. അമ്പലം പിമ്പലം സുശീല, ലാലാ സുശീല. അമ്പലം പിമ്പലം സുശീല, ലാലാ സുശീല. എന്താ ഇവിടെ നടക്കുന്നേ? ആരെ പടക്കം പൊട്ടിച്ച്? ഇന്ന് വിഷു ആണോ? ആ കാണുന്ന 2 ക്യാമറ എന്നെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് വെച്ചിട്ടുള്ളത് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. ബ്രൂട്ടീഷൻ ഞാൻ ചെയ്തിട്ടില്ല. ജനിച്ചപ്പോഴേ കാരണവന്മാർക്കെല്ലാം നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുവരെ ബ്രൂട്ടീഷൻ ചെയ്തിട്ടില്ല. ഗുണ്ടി ജിസേൽ, വെടിവെക്കണോ കൊച്ചു മുതലാളി? നീ ഇവിടെ വേണ്ട. നീ കുറച്ചു ദൂരം എവിടെയെങ്കിലും മാറിയിരുന്ന് ചിരിക്ക്. ഇതൊരുമാതിരി മറ്റടുത്ത പണിയായി പോയി ബിഗ് ബോസേ. ഞാൻ കാണിച്ചു തരാം. അടുത്ത ടാസ്ക് ഞാൻ പൊളിക്കും. വായ തുറക്കൂലേ എന്ന് ലാലേട്ടൻ ചോദിച്ചു. ഇപ്പൊ അടയ്ക്കാൻ പറ്റണില്ലല്ലോ എന്റെ പടച്ചോനെ, ഒരു പണിയായി പോയി. വെൽക്കം പ്ലാച്ചി 2.0. പ്ലാച്ചിയെ വരവേൽക്കുകയാണ് നൂറ. ചെലക്കാണ്ട് പോടോ. സേഫ്റ്റി പെൻ എടുക്കണോ? കാവിലമ്മേ, എനിക്ക് ശക്തി തരൂ. വെറുതെ വീട്ടിൽ തന്നെ ഇരുന്നാ മതിയായിരുന്നു. ഇതിപ്പോ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച്. എന്താന്നറിയില്ല, ഇവിടെ വന്നതിൽ പിന്നെ ചിരിയോ ചിരി. ചിരിച്ച് ചിരിച്ച് മതിയായി. ഇതാണ് എന്റെ സ്ട്രാറ്റജി. കക്കൽ മുക്കൽ നക്കൽ. ആഹാ, കൊരങ്ങ. അനു വരുന്നുണ്ട്, ചത്ത പോലെ കിടക്കാം. ഞാൻ എല്ലാവരും വരുമ്പോഴും ഇങ്ങനെ തന്നെ ചെയ്യാറ്, അതുകൊണ്ട് ആർക്കും മനസ്സിലാവില്ല. അമ്പലം കുമ്പലം പീപ്പീല, ലാലാ സുശീല. ഇനി കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറാം. ഇവിടെ വന്ന പിന്നെ ക്യൂട്ട്നെസ്സോട് ക്യൂട്ട്നെസ്. എന്തെങ്കിലും ഫുഡ് ഉണ്ടോ ഒളിപ്പിച്ച് വെക്ക എന്ന് നോക്കട്ടെ. ഇവന്മാർക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. ബേബിയും അനുമോളും, ഇവരെ ഇനി ഇങ്ങനെ വിട്ട ശരിയാവില്ല. ഇനി ബിഗ് ബോസ് കഴിഞ്ഞു പോകുമ്പോ ബേബി അനുവിനെയും കൊണ്ട് പോയാലോ? എടി കൊച്ചു കള്ളി, ജിസേല് കുട്ടി, ജയ 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 ഹേ. ഇനി ഇതന്നെ എനിക്ക് പറ്റുള്ളൂ. വെറുതെ നാണം കെട്ടു. കുറച്ച് ഓവറാവുന്നില്ലേ? എൻ്റെ അടുത്ത് കളിക്കാൻ വരണ്ട. ആ, നെക്സ്റ്റ് വീക്ക് പാത്രം മുഴുവൻ കഴുകണം. എൻ്റെ ഈശ്വര, അപ്പൊ എൻ്റെ നെയിൽ എക്സ്റ്റൻഷന്റെ കാര്യം എന്താവും? ചപ്പാത്തിക്ക് ഉപ്പ് കൂടിപ്പോയില്ലേ?
അക്ബർ ആണ് കാരണം. അക്ബർ, ഞാനല്ല. എന്നിട്ട് 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 കേക്കട്ടെ, ബാക്കി കൂടെ കേക്കട്ടെ. എന്റെ ആദു ക്യാപ്റ്റനായി, എന്റെ ബേബി ക്യാപ്റ്റനായി. കണ്ണു ചുവക്കണു, പല്ലു തരിക്കണു, വയറ് വിശക്കുന്നു, ഫുഡ് വല്ലതെടുത്ത് കഴിക്കട്ടെ. വേസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ബി ഹൗസ്. എൻ്റെ ലക്ഷ്യം മട്ടൻ ബിരിയാണിയാണ്. ഞാൻ ആദ്യമേ പറയാം, ഇതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ തട്ടിപ്പറിക്കും. അതാണ് ഈ ഷോനവാസ്. ഡേ അണ്ണാവെ പറ്റി സ്വന്നാൽ. ഇത് ഞാൻ ഗവേഷണത്തിൽ കണ്ടെത്തിയ പുതിയ രസം, പ്ലാച്ചം. എങ്ങനെയുണ്ട്? നവരസം തോറ്റുപോയില്ലേ? നീ എന്താടാ ഇങ്ങനെ ആയത്? നിങ്ങളുടെ പേസ്റ്റിൽ ഉപ്പുണ്ടോ? എൻ്റെ ഓവർ ആക്ടിങ് എങ്ങനെയുണ്ട് ആദില? കൊള്ളാമോ? 10th വീക്കിൽ ക്യാപ്റ്റൻ ആദിലയാണെന്ന് അറിഞ്ഞ നൂറ. അയ്യേ, നെവിന് മാത്രമല്ല എനിക്ക് മുടിയാട്ടാൻ അറിയാം അല്ലേ? മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ചിരിക്കണം. എന്നെ പോലെ ചിരിക്ക്, എല്ലാവരും ചിരിക്ക്. നിനക്ക് എന്താടാ വയ്യേ? ഒന്ന് പോടപ്പാ. പേഴ്സണലായിട്ട് ചോദിക്കുക ബിഗ് ബോസേ, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി കിട്ടുമോ? ഞാൻ വെജാണ്. മേ ഹൂം ആംക സീഡ്, മേ ഹൂം ആംക സീഡ്, മേ ഹൂം ആംക സീഡ്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗൺ, ഒലക്കയുടെ മൂട്. ഇപ്പോഴോ അവൻ എന്തൊരു ചളിയാ, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആദിലയ്ക്ക് അനുമോളോട് എന്താ ഒരു ചാട്ടം? ഞാനാണോ അനുമോളാണോ ആദിലയുടെ ഗേൾ ഫ്രണ്ട്? അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യൂ ചേട്ടാ. എന്ത് വെളിച്ചത്? ഞാനൊന്ന് ഉറങ്ങട്ടെ. കുണുമോൾ, കുണുമോൾ, ചീ, ക്രിഞ്ച്. ആ ആലിയ ഭട്ടൊക്കെ എങ്ങനെയാണാവോ ക്യൂട്ട്നെസ് വാരി എറിയുന്നത്? ഞാനും കുറച്ച് എറിയട്ടെ. ബേബി ഫുൾ ടൈം അനുമോളുടെ കൂടെയാണല്ലോ. മനുഷ്യനെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുവോ? അനീഷേ, ക്ലാസ് ടൈമിൽ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് ബിസ്ക്കറ്റ് തിന്നുന്ന എൻ്റെ പ്രിയപ്പെട്ട ചങ്ക്. ഇനി ഏതെടുത്ത് ഒളിപ്പിക്കണം ബിഗ് ബോസേ? അനുമോളെ വളരാൻ അനുവദിച്ചുകൂടാ. അതിനെ തടുക്കണം. ശക്തമായി തന്നെ ഞാൻ തടുക്കും. തരുന്ന നല്ല ടാസ്കുകൾ കുളമാക്കിയ ശേഷം ഷാനവാസ്, ഞാനൊരു സംഭവം തന്നെ. ഇതെന്താണ് ജിസേൽ? അരിയില്ല. ഓ, അവളുടെ ഒരു ഡ്രാമ. എൻ്റെ ഡ്രാമയുടെ 7 അയലത്ത് പോലും വരില്ല. ദ പെർഫെക്റ്റ് ബേബി മെറ്റീരിയൽ, ചൊറിയൽ, മാന്തൽ എന്നിവയ്ക്ക് സമീപിക്കുക. ആദില. ക്രഷ് ഓഫ് കേരള, നൂറ. എൻ്റെ കൊച്ചു മുതലാളി, എങ്ങനെയുണ്ട് ഈ പോസ്? നീ സൂപ്പറാടാ കറുത്തമ്മേ. ജയ് മാങ്ങാണ്ടി. ദേ ഇത്രയും വലിയൊരു വള്ളി ഞാൻ പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് ഈ വള്ളി? മോനെ, ആ പരിപ്പ് ഈ കലത്തിൽ വേവൂല. ഈ മാങ്ങാമൂറൻ കുളമാക്കും ഞാൻ. മാങ്ങാണ്ടി മുകറൻ. ടിഷും വെടിവെക്കണോ കൊച്ചു ഗള്ളി?
പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടി ഐലസ. All the dreams like twinkle twinkle stars. ഇങ്ങനെ കടന്നാൽ മതിയില്ലേ, ഇംഗ്ലീഷ് താനെ വരും. ഇതിനപ്പുറം ചാടിക്കളന്നവളാണീ അനുകുട്ടിമോൾ. അവിടെ ഒരു കുത്തിത്തിരിപ്പിന് സ്കോപ്പുണ്ട്. എന്നാൽ അവിടേക്ക് പോയാലോ? അവരെല്ലാം ഒന്ന് കുത്തിത്തിരിപ്പിച്ചിട്ട് വരാം. നമ്മൾ അനാഥരല്ല മോളെ, നമ്മൾ ഗുണ്ടികളാണ്, ഗുണ്ടികൾ. ഹ്യൂമാനിറ്റി കി ജയ്, ഹ്യൂമാനിറ്റി കി ജയ്. ആര്യൻ ഫ്ലവർ അല്ലടാ, മാങ്ങാണ്ടി മോറനാടാ. ഫ്ലവർ അല്ല, മാങ്ങാണ്ടി മോറൻ. നിനക്ക് വല്ല കഴിവുണ്ടടാ? നിന്നെ 4 ആൾ അറിയോടാ? ഞാനല്ലേ സെലിബ്രിറ്റി, എന്നെയല്ലേ എല്ലാവരും അറിയുക. നൂറേ നൂറേ മതി, ചിരിച്ച് ചിരിച്ച് മറ്റുള്ളവരെയും കൂടി പ്രാന്താക്കല്ലേ. ഷാനവാസ് ആഫ്റ്റർ സീക്രട്ട് ടാസ്ക്. മോളെ ആദു, ഞാൻ വന്നു. ഇതെന്താണ് എന്നെ കൂട്ടാതെ അടിയുണ്ടാക്കുന്നോ? നിങ്ങൾക്കൊക്കെ ഒരു നാണമുണ്ടോ ഇങ്ങനെ അടിയുണ്ടാക്കാൻ? ജയ് വല്യണ്ണൻ, വല്യണ്ണൻ കി ജയ്.